വീഡിയോ എടുക്കുക. പറഞ്ഞ ഞാൻ ഈ ലുങ്കിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കൂലോ. കണ്ടോർക്കല്ലേ കണ്ടിട്ടില്ലേ ആനിവേഴ്സറി കഴിഞ്ഞില്ലേ? ഇത് പഴയ ഡ്രസ്സല്ലേ LS എഴുതിയേ? ഇതെനിക്ക് പണ്ട് തന്ന ഡ്രസ്സാ. LS എഴുതിയിട്ടുള്ള ഞങ്ങളുടെ സ്നേഹ. ഇത് കാണിക്കാനറിഞ്ഞു. ഇതിപ്പോ ഞങ്ങൾ ഓരോ ആനിവേഴ്സറിക്കും എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്. ആണോ? എടി എന്നോട് പറയാതെ ഇതെപ്പോഴാണ്? എനിക്ക് ഈ ഡ്രസ് കണ്ടപ്പോഴേ തോന്നി ഇത് ഒരു ആവശ്യം ഇപ്പൊ എടുക്കൂലല്ലോ, ഇത് എന്തിനാ ഇപ്പൊ എടുത്തേന്ന് എനിക്ക് തോന്നിയതാ. എടി ഞാൻ അപ്പനാവൂ. അപ്പൻ അപ്പനാവുമ്പോ അപ്പൻ കണ്ടോ? ഞാൻ ഇത് ടിൻസ് വല്ല ആയിരിക്കോ? ആയിരിക്കോ? ടിൻസ് ആയിരിക്കോ? മണം പിടിക്കുന്നോള്. അമ്മയോ എനിക്ക് എന്താ പറയണതെന്നൊന്നും അറിയില്ല. ഭയങ്കര ഒരു എന്തൊരു പ്രത്യേക ഫീല്. ബിക്കോസ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, സത്യം പറയാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ അപ്പുറത്തിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു വേമ്പ റൂമിലേക്ക് ഒരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞു. അത് ഞാൻ ഈ കൂതറ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരുന്നത് എനിക്കറിയില്ലായിരുന്നു ഇതായിരുന്നു എന്നുള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താ പറയണത് എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ ഭയങ്കര സർപ്രൈസായി. പിന്നെ ഞങ്ങൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പം ബേബി വേണം എന്നൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. കിട്ടിയപ്പോ കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം, അത്ര ഉള്ളൂ. വേറെ ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അയ്യോ കൺഫേം ആയിട്ടില്ല. അപ്പം ഇത് കൺഫേം ആയിട്ടില്ല. ഇപ്പം വൈകിട്ടായി ഞാൻ ടെസ്റ്റ് എടുത്തപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ ബോക്സിൽ എടുത്തിട്ടുണ്ട് ഏർലി മോർണിംഗ്, അതായത് രാവിലെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഒന്നുകൂടെ എടുത്തിട്ട് അതിനും പോസിറ്റീവ് എന്നാ കാണിക്കുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കൺഫേം ചെയ്യാം അല്ലേ? എന്നിട്ട് നമുക്ക് പപ്പയുടെ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ചു പറയാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ എടുത്ത് ആടി 2 ലൈൻ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ അബദ്ധമായാലോ, ഒരു കോമഡി ആയി ചിലപ്പോൾ മാറും. അതുകൊണ്ട് കൺഫേം ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നാളെ രാവിലെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കൺഫേം ആണ്. 101% കൺഫേം ആണ്. ബിക്കോസ് ഡേറ്റ്സ് ചേഞ്ച് ആയി കഴിഞ്ഞപ്പോൾ ഡേറ്റ് 1 month ആയില്ലേ. 1 monthന്റെ അടുത്ത് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് വെയിറ്റ് ചെയ്തു. ഒരു മാസം കൂടെ കഴിയട്ടെ പീരീഡ് വരാൻ. പക്ഷെ എന്നാലും ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഞങ്ങള്. ഇപ്പൊ ബേബി വേണ്ട എന്നുള്ള പ്ലാനിലൊക്കെ തന്നെയായിരുന്നു.
പക്ഷേ ഞാൻ തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. നാളെ ഒന്നൊരു ടെസ്റ്റ് എടുത്തിട്ട് അതിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്നിട്ട് കൺഫേം ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളൂ. ബിക്കോസ് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഓൾറെഡി ആ ഗിഫ്റ്റൊക്കെ ഓൾറെഡി നമ്മൾ എന്താ പറയുക റിലേഷൻഷിപ്പിലായ സമയത്ത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്സ് ആയിരുന്നു. സോ അതേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല, വായ ഒന്നും വരുന്നില്ല, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. സോ നമുക്ക് നാളെ രാവിലെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ആക്കിയിട്ട് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് അമ്മയുടെ അടുത്തൊക്കെ പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വ്ലോഗ് ഇത്രേ ഉള്ളൂ. മൂന്നാമതൊരാളും കൂടി ബൈ പറയാൻ 4 ഈ സത്തിനുണ്ട്. ഓക്കെ, നാലാമതൊരാളും കൂടി ബൈ പറയാൻ 10 മിനിറ്റ്സിനുള്ളിൽ തട്ടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഒരു കുഴപ്പമില്ലാതെ വരട്ടെ. എനിക്ക് പറയില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ, അത്രേ ഉള്ളൂ.